ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് അസൂസിന്റെ ഒരു ബോർഡാണ്. അതിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ ചാർജിങ് ഇഷ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. ബാറ്ററി ചാർജ് ആവുന്നില്ല. നമ്മളതിന്റെ ചാർജിങ് കണക്ടർ നമുക്ക് നോക്കാം. ഇതുണ്ട്, ഓൾറെഡി ഈ ചാർജിങ്ങിന്റെ കണക്ടർ മാറിയിട്ടുള്ളതാണ്. ബാറ്ററിയുടെ കണക്ടർ മാറിയിട്ടുള്ളതാണ്. കാണല്ലോ, അതായത് ഇതാണ് ഇതിന്റെ ബാറ്ററിയുടെ കണക്ടർ. ഓൺബോർഡ് ബാറ്ററി കണക്ടർ ഇതാണ്. കണക്ടർ ഓൾറെഡി ഇത് ഡാമേജ് ആയിട്ട് കണക്ടർ ഒന്ന് മാറിയിട്ടുള്ളതാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ലൈൻ ഒന്ന് നോക്കാം. വെച്ചാല് ഇവിടെ പ്രിന്റ് പൊട്ടിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ രണ്ട് പ്രിന്റ് ബ്രേക്ക് ആയതായിട്ട് കാണുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അഡാപ്റ്റർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബി പ്ലസിൽ ഡയറക്റ്റ് 12 വോൾട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ 3.3 വരേണ്ട സ്ഥാനത്ത് 3.3 വോൾട്ട് കാണിക്കുന്നില്ല. ഓക്കെ, രണ്ട് പിന്നും 3.3 ഇല്ല. പിന്നെ വരുന്നത് ഇതിന് 3 ഗ്രൗണ്ട് ആണ്. അതായത് മൂന്ന് ബി പ്ലസ് ലൈനാണ്. 1, 2, 3. ഈ 3 ബി പ്ലസ് ലൈനിലും 12 വോൾട്ട് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഉള്ള 3 പിന്നെന്ന് പറയുന്നത് ഇതിന്റെ ഗ്രൗണ്ട് ആണ്. പിന്നെ ഇതിന് ഇടയ്ക്ക് കിടക്കുന്ന 2 പിന്നെന്ന് പറയുന്നത് ഇതിന്റെ ഡേറ്റയും ക്ലോക്കും ആണ്. ബാറ്ററി ഡേറ്റയും ബാറ്ററി ക്ലോക്കും. ബാറ്ററി ഡേറ്റയും ക്ലോക്കും ഇല്ല. കാര്യം വെച്ചാൽ ഇവിടെ ഓൾറെഡി നമുക്ക് കാണാം പ്രിന്റ് ബ്രേക്ക് ആണ്. നമുക്ക് ജസ്റ്റ് ആ പ്രിന്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ചിരണ്ടിയിട്ടുണ്ട് 2 പ്രിന്റ്. ഈ വരുന്ന 2 പ്രിന്റുകളാണ് ഈ ബാറ്ററിയുടെ ബി പ്ലസിലേക്ക് പോകുന്നത്. ഇതല്ലോ ഈ കാണുന്ന 2 പ്രിന്റുകൾ. ഈ 2 പ്രിന്റ് നമ്മൾ ചിരണ്ടിയിട്ടുണ്ട് ഓൾറെഡി. എന്ന് വെച്ചാൽ ഇതുമായിട്ട് നമ്മുടെ ബി പ്ലസ് അല്ല, നമ്മുടെ ഡേറ്റയും ക്ലോക്കും ആയിട്ടുള്ള ലൈനാണ്. അത് മിസ്സിംഗ് ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ചിരണ്ടി പ്രിന്റ് തെളിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്കൊരു ജമ്പർ അടിക്കാം, ലൈൻ അടിക്കാം. ഇതിലേക്ക് ലൈൻ അടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ 3.3 വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇത് കാണാമല്ലോ, പ്രിന്റ് ബ്രേക്ക് ഏതാണ് ഈ കാണുന്നത്. ഇല്ല, ഈ 4ാമത്തെ പ്രിന്റും ഇല്ല, അതുപോലെ തന്നെ 5ാമത്തെ പ്രിന്റും ഇല്ല. ജസ്റ്റ് ജമ്പർ അടിച്ച് നോക്കാം. നമ്മൾ ജമ്പർ അടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം
ഈ പ്രിന്റ് ഏതൊക്കെയാണ് വരുന്നത് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, അതായത് ഒരു പ്രിന്റ് ഒരു പ്രിന്റ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഈ കറക്റ്റ് ബാറ്ററിയുടെ കോണ്ടാക്ടിന്റെ തൊട്ട് ബാക്കിൽ വരെ വരുന്നുണ്ട്. അല്ലേ ഈ കാണുന്ന ഒരു പ്രിന്റ്. ഇത് 4ാമത്തെ ലൈനാണ്. ഈ 4ാമത്തെ ലൈൻ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ പ്രിന്റ് ചിരണ്ടി തെളിച്ചിട്ടേക്കുന്ന ഇവിടുന്ന് വേണമെങ്കിലും എടുക്കാം. നമ്മൾ കൺഫേം ചെയ്യണം. പ്രിന്റ് മാറിപ്പോയി കഴിഞ്ഞാൽ ചാർജ് ആകത്തില്ല. കാണാലോ, ഈ ഇവിടുത്തെ 1ാമത്തെ പ്രിന്റും നമ്മുടെ ഈ 4ാമത്തെ ബാറ്ററി കോണ്ടാക്റ്റിലെ 4ാമത്തെ പ്രിന്റും തമ്മിലാണ് കണക്ഷൻ വരേണ്ടത്. ഓക്കെ, ബസർ അടിക്കുന്നുണ്ട്. ഇവിടം വരെ ലൈൻ നിൽപ്പുണ്ട്. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങോട്ട് ഡയറക്റ്റ് ഈ കണക്ടറിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ വലിച്ചു വേണം കൊടുക്കാം. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. ഇല്ലേ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാം ഇവിടെ അതിന്റെ ലൈൻ നിൽക്കുന്നത്. ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുത്താലും മതി. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഉപയോഗിക്കുന്ന വെച്ചാൽ നൂൽക്കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അല്ലേ, ചെറിയ ജമ്പർ അടിക്കുന്ന നൂൽക്കമ്പി 0.8 mm നൂൽക്കമ്പി ഇട്ടാണ് നമ്മൾ ജമ്പർ അടിക്കുന്നത്. നമ്മൾ ഒരു പ്രിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇവിടെ ഈ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ കണ്ടു വെച്ചേക്കുന്ന ഈ പ്രിന്റിലേക്ക് തന്നെ കണക്ട് ചെയ്താലും മതി. ആ ഒരു ലൈൻ ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് നമ്മൾ കണക്ട് ചെയ്ത ലൈൻ കണ്ടിന്യൂറ്റി കറക്റ്റ് ആണോ നോക്കണം. കണ്ടിന്യൂറ്റി കറക്റ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റർ വീണ്ടും ബസർ മോഡിലിട്ട് നമ്മളുടെ കണ്ടുവച്ചിരുന്ന ഇവിടെ ചിരണ്ടി വെച്ചിരുന്ന ലൈനിലേക്ക് കൊടുക്കുന്നു. നമ്മൾ കൊടുക്കേണ്ടത് 4ാമത്തെ പിന്നിലേക്ക്. ഓക്കെ, കണ്ടിന്യൂറ്റി ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈൻ നമ്മളെ ഇവിടുന്ന് പോകുന്ന ഈ പ്രിന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ പ്രിന്റ് ഈ ആദ്യം കാണുന്ന ഈ പ്രിന്റ് ഉണ്ടല്ലോ, ഈ പ്രിന്റും ഈ 4ാമത്തെ പ്രിന്റും തമ്മിലാണ് ഒരു ലൈൻ പൊട്ടിയേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇട്ടു. ഇനിയിപ്പോ നമുക്ക് ഇടണമെന്ന് പറഞ്ഞാൽ
രണ്ടാമത്തെ പ്രിന്റ് നമുക്ക് ഇവിടുന്ന് തെളിഞ്ഞ് കാണത്തില്ല, കാര്യം ബോർഡിനകത്ത് പോയേക്കുന്ന ക്ലിയർ ആയിട്ട് കാണത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈനിൽ നമ്മൾ ഈ ചിരണ്ടി വെച്ചേക്കുന്ന ഈ ലൈനിൽ നിന്ന് വേണം ലൈൻ വലിക്കാനായിട്ട്. അതായിട്ടോ ഓക്കെ. അത് കണക്ട് ആയിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് ശകലം ലെഡ് ഇട്ടെന്ന് നന്നായിട്ടൊന്ന് പഠിപ്പിക്കാം. കാര്യം വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും സെയിം ഇഷ്യൂ കാണിക്കും, ചാർജിങ് വരും, ചാർജിങ്ങിന്റെ ഇഷ്യൂ കാണിക്കും. ഓക്കെ, കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് അകത്ത്. ഈ ട്രാക്ക് കൊടുക്കേണ്ടത് ക്ലിയർ ആയിട്ട് കാണാലോ. ഈ പ്രിന്റിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഈ കമ്പിയുടെ തുമ്പ് കറക്റ്റായിട്ടൊന്ന് ചിരണ്ടി ലെഡ് കറക്റ്റായിട്ട് പിടിപ്പിക്കുന്നു. അതിനുശേഷം ഉണ്ടല്ലോ പ്രിന്റ് ഇടുന്ന ലൈൻ കറക്റ്റായിട്ടൊന്ന് മടക്കി വെക്കണം. കാര്യം ചിലത് ക്ലിയർ ആയിട്ട് കാണാലോ. അപ്പോൾ ജസ്റ്റ് നല്ല ട്യൂസർ വെച്ച് ആ പ്രിന്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ബാറ്ററി കണക്ടറിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടോ നോക്കണം, കണ്ടിന്യൂറ്റി. അഞ്ചാമത്തെ പിന്നാണ്. അഞ്ചാമത്തെ പിന്നും അതായിട്ടൊക്കെ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അത് കാണാലോ, നേരിട്ട് കാണാലോ. അപ്പം രണ്ട് ജമ്പർ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് പോകാതിരിക്കേണ്ട, പൊട്ടിപ്പോകാതിരിക്കേണ്ടത് നമുക്ക് ശകലം പശ ഇട്ട് വെക്കാം. എന്തെങ്കിലും ബോണ്ട് ഉണ്ടോ അവിടെ, ഫെവി ബോണ്ട്? ഇത് ഏറ്റവും ബെറ്റർ യു വി ഗം ഇടുന്നതാണ്. എന്തെങ്കിലും പശ ഇട്ടിട്ട് അത് പോകാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം.
ഇതിൻ്റെ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ അഡാപ്റ്റർ പ്ലഗ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വോൾട്ട് മോഡിലേക്ക് മാറ്റി. നമുക്കിൻ്റെ നമ്മൾ പറഞ്ഞ വോൾട്ടൊക്കെ, അതായത് ബാക്കി നമുക്ക് മിസ്സിംഗ് ആയ 2 വോൾട്ട് ഉണ്ടായിരുന്നല്ലോ, 3.3, അത് കറക്റ്റ് ആണെന്ന് നോക്കാം. നമ്മുടെ B+ 12.4 ഉണ്ട്. ഓക്കെ, 3.3 വന്നിട്ടുണ്ട്. രണ്ടാമത്തെ 3.3. ഓക്കെ, 3.3 വോൾട്ട് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ചാർജിങ് കറക്റ്റ് ആണെന്ന് നോക്കാം. ചാർജിങ് കറക്റ്റ് ആണെന്ന് നോക്കാൻ നമ്മുടെ B+ മീറ്ററിന്റെ പോസിറ്റീവ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ 12.45 ആണ് ഇപ്പൊ കാണിക്കുന്നത്. അത് ഇൻക്രീസ് ആവുന്നുണ്ടോ നോക്കണം. ഓക്കെ, 12.46 ആയിട്ടുണ്ട്. ഒന്ന് 45. ഓക്കെ, 12.46 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. 47 ആയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഈ 3.3 മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആകത്തില്ല. 3.3 ഡേറ്റയും ക്ലോക്കും ആണ് വരുന്നത്. ആ ഡേറ്റയും ക്ലോക്കും കറക്റ്റ് അല്ല എങ്കിൽ നമ്മുടെ ബാറ്ററി ചാർജ് ആകത്തില്ല. ബാറ്ററിയിലുള്ള സപ്ലൈയിൽ ലാപ്പ് വർക്ക് ചെയ്യും. അതിനുശേഷം പിന്നെ ബാറ്ററി ചാർജിങ് നടക്കത്തില്ല. ഓക്കെ.